ഗ്രാമം, ഈ ഗ്രാമം, കുഗ്രാമം, ഇൻസ്റ്റാഗ്രാമം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അപരാധം പഠിച്ച റീൽസ് ആണ്. ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ നാളുകളായി എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായി. റീൽ സ്ക്രോൾ ചെയ്ത് ഞാൻ കുറേ റീൽസ് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സേവ് ചെയ്ത റീൽസ് നിന്ന് കുറേ അപരാധം പഠിച്ച റീൽസ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. 1 മണി 2 മണി ചുക്കാമണി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ മണിയിൽ ഞെക്ക്. ആരെങ്കിലും വളി വിടുന്നുണ്ടെങ്കിൽ അവന്റെ വായിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. നാണമില്ലടാ എനിക്ക് കണ്ടോന്റെ വളിയും മണത്ത് നടക്കുന്നത്. വളി വിടുന്നത് നിന്റെ അണ്ണാക്കിരി. നിനക്ക് വളിനോട് ഇത്രയും താല്പര്യം ഉണ്ടെങ്കിൽ നീ ആടെ വായി വെച്ച് കൊടുക്ക്. കണ്ടോന്റെ വളിമണത്ത് നടന്നിട്ട് പറയുന്നത് പ്രാങ്ക് എന്ന്. എടാ പ്ലക്കിയവനെ, നിന്റെ മുഖം കണ്ട് പാവം തോന്നിട്ടായിരിക്കണം ആ പെണ്ണ് നിന്റെ പൂ വാങ്ങിയിട്ടുണ്ടാവല്ലേ. എന്നിട്ട് ഇവൻ ആ പെണ്ണിനെയും പറ്റിച്ച് മാസ് കാണിക്കുന്നു. നിന്നെ കണ്ട് പാവം തോന്നിയിട്ടാന്ന് കുറെ ആൾക്കാർ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് നല്ല റീച്ച് ഉണ്ടാക്കി തന്നത്. പിന്നെ നല്ല റീച്ചായ നീയാണെങ്കിൽ ഇങ്ങനെ കുറെ വാണത്തരാന്ന് കാണിക്കുന്നത്. വേറെ ആര് കളിയാക്കിയാലും മുട്ട് നീ എന്ത് കണ്ടിട്ടാടാ കളിയാക്കുന്നത്? എടാ പ്ലക്കിയവനെ, നീ ആദ്യം ഒന്ന് പോയി കണ്ണാടി നോക്ക്. ഒരു അംഗവൈകല്യം പിടിച്ച പോലത്തെ ഒരു പെണ്ണിനെ ഈ പ്ലക്കിയവൻ കളിയാക്കുന്നു. നീ ഇല്ലേ, നീ ഈ യൂണിവേഴ്സിൽ ജനിക്കണ്ടോനല്ലടാ. നീ ജനിക്കണ്ടോനേ അല്ല, നിന്നെ ശരിക്കും പുതപ്പിൽ തുടച്ചു കളയേണ്ട സാധന നീ. ഓൻ അതിനേക്കാളും വലിയ അംഗവൈകല്യം ഉണ്ട്. എന്നിട്ടാണ് ഇവൻ ആ പെണ്ണിനെ കുറ്റം പറയുന്നത്. ഇതിനാ പറയാ പൊട്ടം മണ്ടനെ കളിയാക്കുന്നത്. ഇത് വേറെ ഏതോ ഒരു യൂണിവേഴ്സിൽ നിന്ന് കെട്ടിയെടുത്ത ഏലിയന്റെ കുഞ്ഞാൻ തോന്നുന്നു. ബിരിയാണി ആദ്യമായിട്ടാ നീ വാങ്ങുന്നത്. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണിന് തലക്ക് സുഖമില്ലാത്ത അല്ലെങ്കിൽ ക്യൂട്ട്നെസ് ഒലിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കളിക്കുന്നതാണ്. ഇങ്ങനെയല്ല ആരുടെ തീട്ടനെസ് വിടുന്നത്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ക്യൂട്ട്നെസ് മെഴുകിയിട്ട് എന്തെല്ലാം മണത്തരാന്ന് കാണിക്കുന്നത്. ചാമ്പക്ക പ്ലക്കിയതുണ്ട്, ലെഗ് പീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാ മുണങ്ങിക്കോ, എന്തിനാ ഞങ്ങളെ കാണിക്കുന്നത്? ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ഇത് ബിരിയാണിയാണ്, അല്ലാണ്ട് സ്വർണ്ണക്കട്ടിയൊന്നല്ല. നമ്മളൊന്നും ബിരിയാണി കാണാത്ത പോലെ. ലെഗ് പീസ് ഉണ്ട്, ചാമ്പക്ക പ്ലക്കിയതുണ്ട്. എന്നാ എനിക്കിത് ഒറ്റക്ക് ഇരുന്ന് മുണങ്ങിക്കൂടെ? തീട്ടനെസ് പ്ലക്കാൻ വേണ്ടി വരും ഓരോന്ന് രാവിലെ തന്നെ. ആരും പേടിക്കണ്ട, വയ്യാണ്ടായതല്ല, ഇതാണ് തീട്ടനെസ്. ഇങ്ങനെ വേണം നമ്മൾ തീട്ടനെസ് പ്ലക്കാൻ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടാ, ഇത് തീട്ടനെസ് പ്ലക്കല്ല എന്ന് പറയും. ഇത് നല്ല വെറുപ്പിക്കലായിട്ടുണ്ട് മോളെ. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ അലിഞ്ചോസ് പെരേരന്റെ അനിയത്തിന്നെങ്കിലും വിളിക്കേന്. ഇതിപ്പോ എന്താന്ന് വിളിക്കേണ്ടത്? ഇതിപ്പോ അരിയാട്ടണന്റെ ബന്ധത്തിലും വരൂല, അലിഞ്ചോസ് പെരേര ആവൂല. പിന്നെ ഇത് ഏത് ജാതിയാണ് സാധനം? തടാക്ക് ഓടിക്കോ സ്ക്രൈബ്. ക്യൂട്ടൻസ് പ്ലക്കാൻ വേണ്ടി അയ്യടിത്തരം കാണുന്നത് ആദ്യമായിട്ടാണ്. A4 ആപ്പിള് പണ്ട്, ഇത് പുതിയ സാധനം. A4 അട്ടപ്പെട്ടിന്റെ ഉള്ളിലെ മുറുക്ക്. Z4 സ്വെറ്ററിന്റെ മേലെയുള്ള ഫ്രൂട്ട് ജെല്ലി എന്നാ. ഇതൊന്നുമല്ല ഹൈലൈറ്റ്. എല്ലാം കുടിച്ചിട്ട് അണ്ണാച്ചിയാക്കാന്റെ എക്സ്പ്രഷൻ ആണ് കാണേണ്ടത്. ഇതെന്താന്ന് എസ്സിനെ തിരിച്ചിട്ട പോലെ ഉണ്ട്. ഇത് കണ്ടിട്ട് വയ്യാണ്ടായതാന്ന് ആരും വിചാരിക്കണ്ട. ഇത് ചേച്ചി ആട്ടിറ്റ്യൂഡ് പിടിച്ചല്ലേ ഗൈസ്. എടാ ഇങ്ങനെയല്ല ആരുടെ തീട്ടനെസ് പ്ലക്കുന്നത്. ഓൺലൈൻ ക്ലാസ് വന്നു, ഓൺലൈൻ ബിസിനസ് വന്നു, എല്ലാ സാധനങ്ങളും ഓൺലൈനായി. അപ്പൊ പിന്നെ മതപ്പൊട്ടത്തരം ഓൺലൈനിലായി. പ്രണയിച്ച വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയോ? പിണക്കം മാറ്റി തിരികെ കൊണ്ടുവരാൻ വിളിക്കുക. പേര് നക്ഷത്രവും വാട്സപ്പ് ചെയ്യുക. അല്ല ഇത് വർക്കായോന്ന് അറിയാൻ എങ്ങനെയാ OTP വരുമോ ഫോണില്? പണ്ടാണെങ്കിൽ ഇതുപോലെ മതപ്പൊട്ടത്തരം കാണിക്കാൻ വേണ്ടി നമുക്ക് അമ്പലത്തിൽ പോകേണ്ടി വരും. പക്ഷേ ഇനി അങ്ങനെയല്ല ഗൈസ്. മതപ്പൊട്ടത്തരം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഓൺലൈൻ മതപ്പൊട്ട സാമിയുടെ എന്ത് കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് പെണ്ണ് സെറ്റ് ആക്കണമെങ്കിൽ അത് കിട്ടും. നിങ്ങൾക്ക് ബ്രേക്കപ്പ് പോകണോ അത് കിട്ടും. നിങ്ങൾക്ക് ഒരാളെ വിളിക്കണോ അത് കിട്ടും. എന്തിനും നമ്മളെ സാമീന്റെ സൊല്യൂഷൻ ഉണ്ട്. ചുക്കാമണിക്ക് നീളം കൂട്ടുന്നത് ഒഴിച്ച്. നിങ്ങളെ ലൈഫിൽ നിങ്ങൾ വേസ്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വാണങ്ങളെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. എടാ അവർക്ക് വേറെ സിനിമ എടുക്കണം. നീ എന്താ അവർ ഇപ്പൊ തന്നെ തിന്നോ? നല്ലൊരു മീഡിയ വാൺ ആവണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് തൊലിക്കട്ടി. നിങ്ങൾക്ക് രണ്ടാമത് വേണ്ടതും തൊലിക്കട്ടി. നിങ്ങൾക്ക് മൂന്നാമത് വേണ്ടതും തൊലിക്കട്ടി. ഇറ്റ്സ് ആൾ അബൌട്ട് തൊലിക്കട്ടി. വിത്തൗട്ട് തൊലിക്കട്ടി യു കാണ്ട് ബി എ മീഡിയ വാണം. ഇന്ത്യയിൽ ക്യാമറ ഇല്ലെങ്കിൽ സ്റ്റോക്കിങ്ങിന്റെ കേസിലെങ്കിലും നിന്നെ അകത്താകായിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു മീഡിയ വാൺ ആവണമെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ഞരമ്പനായിരിക്കണം. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാൽ നടിമാരെ മേലെന്നും താഴെന്നും മാത്രമായിരിക്കണം വീഡിയോ എടുക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇറ്റ്സ് ആൾ അബൌട്ട് തൊലിക്കട്ടി. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പിടിച്ചേക്കാമാണ് തൊലിക്കട്ടി. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയും. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളോട് നിങ്ങളെ പൈസ ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ആധാർ കാർഡ് ചോദിക്കുന്നില്ല, റേഷൻ കാർഡ് ചോദിക്കുന്നില്ല, നിങ്ങളെ വീടിന്റെ ആധാരം പോലും ഞാൻ ചോദിക്കുന്നില്ല. അതിലെ പോയി ആധാരം കിട്ടിയാൽ കൊള്ളാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. 1 മണി 2 മണി ചുക്കാമണി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മണി ഞെക്കിക്കോ.
അപ്പൊ ഗൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ലവ് യു ഓൾ, ബൈ ബൈ.